ഗെയ്സ് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുകയാണ്. വേറൊന്നിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ കുഞ്ഞാവ വരാറായിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. കാരണം ചിലപ്പോൾ സി സെക്ഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ബേബി കിടക്കുന്നത് ട്രാൻസ്വേഴ്സലായി പൊസിഷനിലാണ് കിടക്കുന്നത്. ഇതുവരെ ആളങ്ങോട്ട് തിരിഞ്ഞ് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു 3-4 ദിവസം മുന്നേ ഇപ്പോൾ അഡ്മിറ്റായി. അപ്പോൾ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനേക്കാളും മുന്നേ പക്ഷേ ബേബി വന്നു കേട്ടോ. ഞാനിപ്പോൾ വീട്ടിലെത്തി കുറേ ദിവസത്തിന് ശേഷമാണ് വീഡിയോ റെക്കോർഡ് ചെയ്യണത്. ഇതാണ് ഞാൻ കിടന്ന വാർഡ്. ഇവിടുത്തെ വൃത്തിയും കാര്യങ്ങളും പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല കേട്ടോ. അടിപൊളിയാണ്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വരും വീഡിയോയിൽ പറയാം. എനിക്ക് ചെറുതായിട്ട് പെയിൻ വരണമെന്ന് പറഞ്ഞപ്പോഴേ അമ്മതേ മുണ്ടും തുണിയെല്ലാം കീറി വയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമേ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എൻ്റെ ഏകദേശ ബോധമൊക്കെ വീണ് ഞാൻ സമനിലേക്ക് തിരിച്ചു പിടിക്കുന്ന സമയത്ത് ഏകദേശം ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു. സിസേറിയൻ കഴിഞ്ഞ് ഒരു 3-4 ദിവസത്തിന് ശേഷമാണ് അവിടെ നിന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ട് വരുന്നത്. പക്ഷേ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒരുപാട് ക്യാഷ് കൊടുത്ത് നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ് തിരുവനന്തപുരം SIT എന്ന് പറയുന്നത്. ആദ്യം ഞാനും അങ്ങോട്ട് പോകണമെന്ന് ഒട്ടും തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന കാര്യമല്ലായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് ഞാൻ കാണിച്ചിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ അങ്ങോട്ട് റെഫർ ചെയ്ത് വിടുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടും ബെറ്റർ ഇതാണ്, ഇതിനേക്കാളും നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ലയെന്ന്. അപ്പോൾ ഇനി എവിടെ പോകണമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സാധാരണക്കാരായ ഗർഭിണികൾക്ക് ഞാൻ എപ്പോഴും SIT തന്നെ സജസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ വരും വീഡിയോസിൽ പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മളിതാ കുഞ്ഞാവേനെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ വരും വീഡിയോയിൽ പറയുന്നതാണ്. ഇനി അങ്ങോട്ട് കുഞ്ഞാവയുടെ വിശേഷങ്ങളായിരിക്കും കൂടുതലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, ഉമ്മ.